നമസ്കാരം. എല്ലാവർക്കും ബേസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായി പോകുന്നത് IT-യുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഭാഗം ഇപ്പോൾ എല്ലാ പരീക്ഷകളിലും കോമൺ ആയി വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു പരീക്ഷയുടെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനായി PSC തന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമുക്കറിയാം, കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്, അല്ലെ? കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ചാൾസ് ബാബേജിന്റെ ആത്മകഥയുടെ പേര് എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്നാണ്. എ പാസേജ് from the life of a philosopher എന്നുള്ളതാണ് ആരുടെ ആത്മകഥ? ചാൾസ് ബാബേജിന്റെ ആത്മകഥ. ഇത് ഓർത്തിരിക്കുന്നതിനായി എ പാസേജ് പിന്നെ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്നൂടെ ഓർക്കുക. രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർക്കുക. എ പാസേജ്, ലൈഫ് ഓഫ് എ ഫിലോസഫർ, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ട് എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന് ഒരുമിച്ച് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ചാൾസ് ബാബേജിന്റെ ആത്മകഥയുടെ പേര് എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്നാണ്. ആരാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ്? ആരാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ്? അദ്ദേഹത്തിന്റെ പേര് സെയ്മോർ ക്രേ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് സെയ്മോർ ക്രേ എന്നാണ്. പറയൂ, സെയ്മോർ ക്രേ. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് ശ്രദ്ധിക്കൂ. ഇദ്ദേഹത്തിന്റെ പേര് സെയ്മോർ ക്രേ. കണ്ടു, സെയ്മോർ ക്രേ. ആ ക്രേ എടുത്ത് ഞാൻ താഴോട്ട് എഴുതുന്നു, ക്രേ എന്ന് താഴോട്ട് എഴുതുന്നു, ക്രേ 1. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് ക്രേ 1 എന്നാണ്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരോടുണ്ട് സുഹൃത്തുക്കളെ, അതെന്താണെന്ന് പറയാം. അതാണ് CDC 6600 ക്രേ എന്നും പറയാം. CDC 6600 ക്രേ എന്നും പറയാം. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് ക്രേ 1 അഥവാ CDC 6600 ക്രേ എന്നാണ്. എന്നാൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് ഫ്രോണ്ടിയർ എന്നാണ്. ഫ്രോണ്ടിയർ അമേരിക്കയിലാണ് ഫ്രോണ്ടിയർ. നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് ഫ്രോണ്ടിയർ എന്നാണ്. പഠിക്കൂ, ഫ്രോണ്ടിയർ. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി ഞാൻ ഇന്ത്യയിലേക്ക് വരട്ടെ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? ആരാണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ വിജയ് പി ഭട്കർ എന്നാണ് പേര്. എന്താണ് പേര്? ഡോക്ടർ വിജയ് പി ഭട്കർ എന്നാണ് പേര്. ഡോക്ടർ വിജയ് പി ഭട്കർ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിജയ് പി ഭട്കർ ആണ്. ഡോക്ടർ വിജയ് പി ഭട്കർ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് സുഹൃത്തുക്കളെ, അതാണ് പരം 8000. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് പരം 8000 എന്നാണ് പേര്. പരം എന്ന സീരീസിൽ വരുന്നത് സൂപ്പർ കമ്പ്യൂട്ടറുകളാണ്. അത് ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറുകളാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് പരം 8000 എന്നാണ്. പരം 8000. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ, ആരാണ് മൊബൈൽ ഫോണിന്റെ പിതാവ്? മൊബൈൽ ഫോണിന്റെ പിതാവാര്? പേര് മാർട്ടിൻ കൂപ്പർ എന്നാണ് പേര്. മാർട്ടിൻ കൂപ്പർ. മൊബൈൽ M-ലാണ്, മാർട്ടിൻ M-ലാണ്. മാർട്ടിൻ കൂപ്പർ. ആദ്യത്തെ മൊബൈൽ ഫോൺ കമ്പനിയുടെ പേര് മോട്ടോറോള എന്നാണ്. കേട്ടോ, ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ കമ്പനിയുടെ പേര് മോട്ടോറോള എന്നാണ്. ഓക്കെ, അപ്പോ അടുത്ത ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയുണ്ട് സൈബർ ദിനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ, സൈബർ സുരക്ഷാ ദിനം, കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നിങ്ങനെ 2 ദിനങ്ങൾ കൺഫ്യൂസിംഗ് ആണ്. ശ്രദ്ധിക്കൂ. എന്നാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം, സൈബർ സുരക്ഷാ ദിനം എന്ന്?
അത് നവംബർ 30 നവംബർ 30. ഇനി കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം അത് ഡിസംബർ മാസം 2-ാം തീയതിയാണ്. കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഡിസംബർ 2 സുരക്ഷാ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ നവംബർ 30. ഇനി ഞാൻ മറ്റൊരു ദിനവും കൂടി പറയട്ടെ, ശ്രദ്ധിക്കൂ. എന്നാണ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്ന ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17 എന്നുള്ളതോട് ഓർക്കൂ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ മെയ് 17. 3 ദിനങ്ങളാണ് പറഞ്ഞത്. സൈബർ സുരക്ഷാ ദിനം നവംബർ 30, കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2, ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ 5ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്, അല്ലെ? കമ്പ്യൂട്ടറിന്റെ തലമുറകളെ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്നതിനെ നമുക്ക് പ്രധാനമായും 5 ജനറേഷനുകളായി തിരിക്കാൻ സാധിക്കും. 5 ജനറേഷൻ. 5ാമത്തെ ജനറേഷനിലെ സാങ്കേതിക വിദ്യയാണ് AI എന്ന് പറയും, അല്ലെ? AI അഥവാ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപജ്ഞാതാവ് ജോൺ മക്കാർത്തി എന്നാണ് പേര്. എന്താണ് പേര്? ജോൺ മക്കാർത്തി എന്നാണ് പേര്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, നിർമ്മിത ബുദ്ധിയുടെ ഉപജ്ഞാതാവാര്? ജോൺ മക്കാർത്തി എന്നാണ് പേര്. ജോൺ മക്കാർത്തി. ഈ വർഷം ഒരു കണ്ടെത്തൽ വളരെ വലിയ മുന്നേറ്റം നമുക്ക് നൽകി. അതായത് മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുന്ന ഒരു ചിപ്പ് കണ്ടെത്തി. മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുന്ന ഒരു ചിപ്പ് കണ്ടെത്തി. ആ ചിപ്പിന്റെ പേരെന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ടെലിപ്പതി എന്നാണ് ആ ചിപ്പിന്റെ പേര്. ടെലിപ്പതി എന്നാണ് പേര്. മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പിന്റെ പേരാണ് ടെലിപ്പതി. ഈ ടെലിപ്പതി എന്ന് പറയുന്ന ഈ ഒരു ചിപ്പ്, ടെലിപ്പതി എന്ന് പറയുന്ന ചിപ്പ് കണ്ടെത്തിയത് ഏത് കമ്പനിയാണെന്നറിയോ? ആ കമ്പനിയുടെ പേര് ന്യൂറാലിങ്ക് എന്നാണ് പേര്. ന്യൂറാലിങ്ക് എന്നാണ് ആ കമ്പനിയുടെ പേര്. ആരാണ് ഈ കമ്പനിയുടെ ഉടമ എന്നറിയാമോ? ഇലോൺ മസ്ക്. കോടീശ്വരനായ ഇലോൺ മസ്ക് ആണ് ന്യൂറാലിങ്ക് എന്ന ആ ഒരു കമ്പനിയുടെ ഉടമ. ഇനി ഈ പരീക്ഷണത്തിന് ഒരു പേരുണ്ട്. അതായത് ഈ ടെലിപ്പതി എന്ന് പറയുന്ന ഈ ചിപ്പ് കണ്ടെത്തിയ ആ പരീക്ഷണത്തിന് അവർ കൊടുത്ത പേര് പ്രൈം എന്നായിരുന്നു. പരീക്ഷണത്തിന്റെ പേര് പ്രൈം എന്നാണ് പേര്. അപ്പൊ അതിവിടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോണം. വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി, ഉപജ്ഞാതാവ് ജോൺ മക്കാർത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയാണ് പല ചാറ്റ് ബോട്ടുകളെ കുറിച്ച് നിങ്ങൾ ഇതിനോടകം കേട്ട് കാണും. ചാറ്റ് ബോട്ട്, അല്ലെ? വാട്സാപ്പ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചാറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ ചാറ്റ് ബോട്ട് എന്ന് പറയുമ്പോൾ ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT. കേട്ടിട്ടുണ്ടാവും അല്ലേ? ചാറ്റ് GPT. എന്താണ് ഇതിന്റെ പൂർണ്ണ രൂപം? ചാറ്റ് GPTയുടെ പൂർണ്ണ രൂപം ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ് പൂർണ്ണ രൂപം. ശ്രദ്ധിക്കൂ, എന്താണ് ഞാൻ പറഞ്ഞത്? ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ആരാണ് ഈ ചാറ്റ് GPTയുടെ ഉപജ്ഞാതാവ്? ചാറ്റ് GPTയുടെ ഉപജ്ഞാതാവിന്റെ പേരാണ് സാം ഓൾട്ട്മാൻ. ചാറ്റ് GPTയുടെ ഉപജ്ഞാതാവിന്റെ പേര് പഠിക്കണം. ചാറ്റ് GPTയുടെ ഉപജ്ഞാതാവിന്റെ പേര് സാം എന്നാണ് പേര്. സാം ഓൾട്ട്മാൻ എന്നാണ് പേര്. സാം ഓൾട്ട്മാൻ. അദ്ദേഹമാണ് ചാറ്റ് GPTയുടെ ഉപജ്ഞാതാവ്. ഓക്കെ, ഗൂഗിൾ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഏതായിരുന്നു? ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നിങ്ങൾ ഇതിനോടകം ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ജെമിനി. ഗൂഗിൾ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് സുഹൃത്തുക്കളെ ജെമിനി എന്നാണ് പേര്. ജെമിനി കണ്ടോ? ജെമിനി. ഗൂഗിൾ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേര് ജെമിനി എന്നാണ്. ജെമിനി. ഗൂഗിൾ എന്നാണ് നിലവിൽ വന്നത്? ഗൂഗിൾ നിലവിൽ വന്ന വർഷം 1998 ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി സ്ഥാപിതമാകുന്നത്. ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി സ്ഥാപിതമായ വർഷം 1998.
1998, കൃത്യമായിട്ട് പറഞ്ഞാൽ 1998 സെപ്റ്റംബർ മാസം 4-ാം തീയതിയാണ് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി നിലവിൽ വരുന്നത്. ആരാണ് ഈ ഗൂഗിൾ സ്ഥാപിച്ചത്? 2 പേർ ചേർന്നിട്ടാണ് ഗൂഗിൾ സ്ഥാപിക്കുന്നത്. അവരുടെ പേരുകൾ ഇതൊക്കെയാണ്. ഒന്ന് ലാറി പേജ്. എന്താണ് പേര്? ലാറി പേജ്. ഒരാളുടെ പേരാണ് ലാറി പേജ്. അടുത്തയാളുടെ പേരാണ് സർജി എന്നാണ് പേര്. സർജി ബ്രിൻ എന്നാണ് പേര്. ഇവർ 2 പേരോടാണ് എന്ത് സ്ഥാപിക്കുന്നത്? ഗൂഗിൾ സ്ഥാപിക്കുന്നത്. ഗൂഗിൾ സ്ഥാപിച്ചത് 2 പേര് ആരൊക്കെയാണ്? ലാറി പേജും സെർജി ബ്രിന്നും. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലാറി പേജ്, സെർജി ബ്രിന്ന്, ഇവരാണ് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി 1998 സെപ്റ്റംബർ മാസം 4-ാം തീയതി സ്ഥാപിക്കുന്നത്. ആ ഗൂഗിൾ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ജെമിനി. പാട്ട് കേട്ടിട്ടില്ലേ? ജെമിനി. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു ഭാഗവും ഇവിടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടെ ചേരുമ്പോഴേ അത് കമ്പ്യൂട്ടർ ആവുള്ളൂ, അല്ലെ? ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ. എന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഈ കാണാനും സ്പർശിച്ചറിയാനും പറ്റും. അതായത് കമ്പ്യൂട്ടറിന്റെ കാണാനും സ്പർശിച്ചറിയാനും സാധിക്കുന്ന ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടറിന്റെ കാണാനും സ്പർശിച്ചറിയാനും സാധിക്കുന്ന ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് വിളിക്കും. ഇത് കമ്പ്യൂട്ടറിന്റെ ഭൗതിക ശരീരം എന്നാണ് അറിയപ്പെടുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ മറ്റേതാണ്. പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ, വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഒരു സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ MS വേർഡ്, MS എക്സൽ, പവർ പോയിന്റ്, അഡോബി ഫോട്ടോഷോപ്പ്, ഇതെല്ലാം സോഫ്റ്റ്വെയറുകളാണ്. അപ്പൊ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും ചേരുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? അത് കമ്പ്യൂട്ടറായിട്ട് മാറുന്നത്. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മൾ പറഞ്ഞു മൊബൈൽ ഫോണിന്റെ പിതാവ് മാർട്ടിൻ കൂപ്പർ, കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ്, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സൈമോർ ക്രേ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഡോക്ടർ വിജയ് പി ഭട്കർ എന്നൊക്കെ നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? നിങ്ങൾക്കറിയാം ഫേസ്ബുക്ക് സ്ഥാപിച്ചത് ആരാണ്? മാർക്ക് സുക്കർബർഗ് ആണ്. സുക്കർബർഗ്, അല്ലെ? യൂട്യൂബോ ആരാണ്? യൂട്യൂബ് സ്ഥാപിച്ചത് ആരാണ്? യൂട്യൂബ് സ്ഥാപിച്ചത് 3 പേരാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ചാഡ് ഹർലി. എന്താണ് പറഞ്ഞത്? ചാഡ് ഹർലി. അടുത്തയാളുടെ പേര് ജാവേദ് കരീം. അടുത്തയാളുടെ പേര് സ്റ്റീവ് ചെൻ. ഇവർ 3 പേര് ചേർന്നിട്ടാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. ആരൊക്കെയാണ്? ചാഡ് ഹർലി, ജാവേദ് കരീം, സ്റ്റീവ് ചെൻ. ഇവർ എന്ത് സ്ഥാപിച്ചു? ഇവരാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ ഓർത്ത് ഇരിക്കുക. ഇനി മറ്റൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കാണാനും സ്പർശിച്ചറിയാനും സാധിക്കുന്ന ഭാഗത്തെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നമുക്ക് 3ആയി പ്രധാനമായും ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിലേക്ക് വരാം. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നമുക്ക് പ്രധാനമായും 3ആയി ക്ലാസിഫൈ ചെയ്യാം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് എഴുതട്ടെ. ഇതിനെ 3ആയി ക്ലാസിഫൈ ചെയ്യുകയാണ്. ഒന്നാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് വിളിക്കാം. ഇൻപുട്ട് ഡിവൈസസ്. രണ്ടാമത് ഔട്ട്പുട്ട് ഡിവൈസസ്. മൂന്നാമതായിട്ട് വിളിക്കുന്നു CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അപ്പൊ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ 3ആയി തിരിച്ചു. ഇൻപുട്ട് ഡിവൈസസ് എന്നും ഔട്ട്പുട്ട് ഡിവൈസസ് എന്നും CPU എന്നും 3ആയി തിരിച്ചു. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഈ ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്.
ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ ഔട്ട്പുട്ട് ഡിവൈസസ്? നമ്മൾ കൊടുത്ത വിവരം, നമ്മൾ ഇൻപുട്ടായിട്ട് കുറച്ച് ഡാറ്റ അങ്ങോട്ട് കൊടുത്തു അല്ലെ, നമ്മൾ കൊടുത്ത ഡാറ്റ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കത് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അങ്ങനെ ഔട്ട്പുട്ടായി നമുക്ക് വിവരങ്ങൾ തരാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് ആയി, ഔട്ട്പുട്ട് ഡിവൈസസ് ആയി. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇൻപുട്ട് ഡിവൈസസ് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ അല്ലെ. കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ, മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ, ടച്ച് പാഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ, OMR ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അങ്ങനെ ഒരുപാട് ഇൻപുട്ട് ഡിവൈസസ് നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ടാവും. ആ ഇൻപുട്ട് ഡിവൈസസ്, ഈ ഇൻപുട്ട് ഡിവൈസസ് എല്ലാം CPU പുറത്തല്ലേ കാണപ്പെടുന്നത്. അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസസ് ഈ പറഞ്ഞ പോലെ പ്രിന്റർ, അതുപോലെ പ്ലോട്ടർ, പിന്നെ പ്രൊജക്ടർ, പ്ലോട്ടർ, പ്രൊജക്ടർ, 3D പ്രിന്റർ, അതുപോലെ സ്പീക്കർ, മോണിറ്റർ, ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. അപ്പൊ ഈ ഔട്ട്പുട്ട് ഡിവൈസുകളെല്ലാം CPU പുറത്താണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇൻപുട്ട് ഡിവൈസുകളെയും ഔട്ട്പുട്ട് ഡിവൈസുകളെയും നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് പെരിഫറലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇൻപുട്ട് ഡിവൈസുകളെയും ഔട്ട്പുട്ട് ഡിവൈസുകളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് പെരിഫറലുകൾ എന്നാണ് വിളിക്കുന്നത്. പഠിച്ചിരിക്കുക, പെരിഫറലുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തില് ഒരു തീരുമാനമായിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തത് ഈ CPU-നെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് CPU-നെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും. ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് CPU ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. CPU-നെ നമുക്ക് പ്രധാനമായും മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് ALU. എന്താണ് ALU? പൂർണ്ണരൂപം അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ഒരു കമ്പ്യൂട്ടറിന്റെ അരിത്തമെറ്റിക്കലും ലോജിക്കലുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഭാഗം. ഇനി അടുത്തതാണ് CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്. അടുത്തത് മെമ്മറി യൂണിറ്റ്. അപ്പൊ ഇങ്ങനെ മൂന്നായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിക്കാനായിട്ട് സാധിക്കും. CPU-നെ മൂന്നായിട്ട് തിരിച്ചു: അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. അപ്പോ ഇനി നമ്മൾ സിലബസിലേക്ക് ഒന്നുകൂടെ പരിശോധിക്കുവാണെങ്കിൽ നിങ്ങളുടെ സിലബസ് ഇപ്രകാരമാണ്. അതായത് ഒരു ടോപ്പിക് തരുന്നു, അതാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്. അതിന്റെ താഴെ ഒരു സബ് ടോപ്പിക് ആണ് ഇൻപുട്ട് ഡിവൈസസ്. രണ്ടാമത്തെ സബ് ടോപ്പിക് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ്. മൂന്നാമത്തെ സബ് ടോപ്പിക് ആണ് കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്ന ടോപ്പിക്, കമ്പ്യൂട്ടർ മെമ്മറി. ഇങ്ങനെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നിങ്ങൾ ഡയഗ്രത്തിലേക്ക് നോക്കിയേ. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഓക്കെ, ഇൻപുട്ട് ഡിവൈസസ് പഠിക്കാനുണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടർ മെമ്മറി പഠിക്കാനുണ്ട്. ഈ 3 ടോപ്പിക്കാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കാനായി PSC തന്നിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് ഈ മെമ്മറി എന്ന് പറഞ്ഞാൽ? മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം: വിവരങ്ങളെ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് മെമ്മറി. എന്താണ് ഞാൻ പറഞ്ഞത്? വിവരങ്ങളെ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് മെമ്മറി. അവിടെ സ്ഥിരമായത് എന്ന് പറഞ്ഞത് അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. കാരണം കമ്പ്യൂട്ടറിൽ ചില സ്ഥിര മെമ്മറികളും അസ്ഥിര മെമ്മറികളും ഉണ്ട്. വൈദ്യുതി ബന്ധം നഷ്ടമായാൽ ഉള്ളടക്കം അല്ലെങ്കിൽ ഡാറ്റ നഷ്ടപ്പെടുന്ന മെമ്മറിയെയാണ് അസ്ഥിര മെമ്മറി എന്ന് വിളിക്കുന്നത്. വൈദ്യുതി ബന്ധം നഷ്ടമായാലും ഉള്ളടക്കം നഷ്ടമാവാത്ത തരത്തിലുള്ള മെമ്മറിയാണ് നമ്മൾ സ്ഥിര മെമ്മറി എന്ന് വിളിക്കുന്നത്. മനുഷ്യനും അങ്ങനെയാണ്. ചില കാര്യങ്ങൾ നമ്മൾക്ക് സ്ഥിര മെമ്മറിയിലും ചില കാര്യങ്ങൾ എന്താണ് പറഞ്ഞ പോലെ ടെമ്പററി മെമ്മറി ആയിട്ട് നമ്മുടെ തലയിൽ ഉൾക്കൊള്ളാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ കാര്യവും.
ശരി, കമ്പ്യൂട്ടറിന് രണ്ട് തരത്തിലുള്ള മെമ്മറി ഉണ്ടെന്നാണ് പറഞ്ഞത്. സ്ഥിര മെമ്മറിയും അസ്ഥിര മെമ്മറിയും ഉണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി യൂണിറ്റ്. ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ അഡ്രസ്സബിൾ യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കാം. ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ അഡ്രസ്സബിൾ യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കാം. അത് ബിറ്റാണ്. ബിറ്റ്. ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ അഡ്രസ്സബിൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റാണ്. ബിറ്റിന്റെ പൂർണ്ണരൂപം ബൈനറി ഡിജിറ്റ് എന്നാണ്. ബിറ്റിന്റെ പൂർണ്ണരൂപം ബൈനറി ഡിജിറ്റ് എന്നാണ്. 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിബിളാണ്. 4 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിബിളാണ്. അതുപോലെ 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈറ്റ് ആണ്. ബൈറ്റ്, BYTE, ബൈറ്റ്. 4 ബിറ്റ് ഒരു നിബിളാണ്. അതുപോലെ 8 ബിറ്റ് ഒരു ബൈറ്റ് ആണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം: 4 ബിറ്റ് ഒരു നിബിൾ, 8 ബിറ്റ് 1 ബൈറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചൂടെ സുഹൃത്തുക്കളെ? 2 നിബിൾ എന്ന് വിളിക്കാം. 4 ബിറ്റ് ഒരു നിബിൾ, 8 ബിറ്റ് ഒരു ബൈറ്റ്, അല്ലെങ്കിൽ 2 നിബിള് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബിറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ഡിജിറ്റ്. ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ അഡ്രസ്സബിൾ മെമ്മറി യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബിറ്റ് ആണ്. ബൈനറി ഡിജിറ്റ് എന്നാണ് പൂർണ്ണരൂപം. ശരി, അതിലേക്ക് നമുക്ക് വിശദമായിട്ട് തന്നെ വരാം. അതിനു മുമ്പ് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഡിവൈസസുകളുടെ ലിസ്റ്റുകളുടെ എണ്ണം കുറേ എണ്ണം കാണും. ഒരു 10-20 ഇൻപുട്ട് ഡിവൈസസുകളുടെ ലിസ്റ്റ് എങ്കിലും കാണും. അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസുകളുടെ ലിസ്റ്റുകളിൽ എടുക്കുകയാണെങ്കിൽ 5 അല്ലെങ്കിൽ 6 ഈ ഒരു രീതിയിൽ നിൽക്കും. അപ്പൊ എളുപ്പം പഠിക്കാൻ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. കൂടുതൽ പഠിക്കാനുള്ളത് ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഈ ഇൻപുട്ട് ഡിവൈസസിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 കീബോർഡും മൗസും ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാൻ ഏത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. കുറെ ഇൻപുട്ട് ഡിവൈസസും ഒരു ഔട്ട്പുട്ട് ഡിവൈസസും തരാം, അല്ലെങ്കിൽ കുറെ ഔട്ട്പുട്ട് ഡിവൈസസും ഒരു ഇൻപുട്ട് ഡിവൈസസും കൂടെ തരാം. അങ്ങനെ ഒറ്റയാനെ കണ്ടെത്താൻ ചോദിക്കാം. അതല്ലാതെ ചോദിക്കാവുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിക്കാം. 4 ഔട്ട്പുട്ട് ഡിവൈസസും ഒരു ഇൻപുട്ട് ഡിവൈസും തരാം. ഈ രീതിയിലാണ് PSC ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് കുറച്ച് ഇൻപുട്ട് ഡിവൈസുകളുടെ പേരും അതുപോലെ അതിന്റെ ഉപയോഗങ്ങളും, അതുപോലെ കുറച്ച് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ പേരും അവയുടെ ഉപയോഗങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.